പിന്നെ ഇത് വിഷയ സാധനമാണ്, ഈ ടർഫിൻ്റെ സാധനം. ടർഫ് കിട്ടിലായിരിക്കും. ഈ നോക്ക് ഔട്ട് സിസ്റ്റം ഉണ്ട്. ഇത് കണ്ടോ, ഇത് 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 നമ്മുടെ പബ്ജി ഇൻസ്പയർഡ് നമ്മുടെ നോക്ക് ഔട്ട് സിസ്റ്റം സംഭവം വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ടീംമേറ്റ്സിനെ റിവൈവ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ അടിച്ചിട്ടിട്ട് സ്വന്തം ടീമിലുള്ള ആൾക്കാർക്ക് റിവൈവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പബ്ജിയുള്ള പോലെ അങ്ങനെ റിവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ റിവൈവ് ചെയ്യാൻ കൊടുക്കാന്ന് വെച്ചാൽ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബിൽഡിങ്ങിനുള്ളിൽ ക്യാമ്പ് ചെയ്ത് നിന്നിട്ട് ഒരുത്തൻ വെടി വെക്കുന്നു, അവൻ നോക്കാവുന്നു, കൂടെയുള്ള റിവൈവ് ചെയ്യുന്നു, വീണ്ടും നോക്കാവുന്നു, റിവൈവ് ചെയ്യുന്നു, അങ്ങനെ ഹോൾഡിങ് വരും, ഹോൾഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് ടീംമേറ്റ്സിന് നോക്ക് ചെയ്ത പ്ലെയറിനെ റിവൈവ് ചെയ്യാൻ പറ്റില്ല. സിറ്റി ലോഡാക്ക് എടാ, നമ്മൾ പുതിയ സെർവറിലല്ല കയറുന്നത്, പഴയല്ല, പഴയ സെർവറിൽ ലോഡാക്കാനൊന്നുമില്ല. ലോഡാക്കാൻ റിവ്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷേ EMSനാണ് റിവ്യൂ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ വെടി വെച്ചിട്ട് ഒറ്റയ്ക്ക് ചാവുന്നതിന് പകരം ഫസ്റ്റ് നോക്കൗട്ട് ആയിട്ട് പിന്നെ എത്ര ടൈമിന് ബ്ലീഡ് ആയിട്ടാണ് ചാവുക, അല്ലെങ്കിൽ വെടി വെച്ച് കഴിഞ്ഞാൽ ചാവാം. അപ്പോൾ വാർ ടൈമിൽ എങ്ങനെ സീൻ വെച്ചാൽ ഇന്ന നോക്കായ ആൾക്ക് പോയിട്ട് കോൾ കൊടുക്കാൻ പറ്റും. നമ്മൾ പബ്ജിയിലൊക്കെ നോക്കായി കഴിഞ്ഞാൽ നോക്കായി ഇരുന്നിട്ട് നമുക്ക് സ്പെക്ക് ചെയ്യാലോ, അല്ലെങ്കിൽ നമ്മുടെ POV കാണാമല്ലോ. നോക്കായ ആൾക്ക് അവരുടെ POVയിൽ കാണാൻ പറ്റും. അതായത് നോക്കായിട്ട് ഇരുന്നിട്ട് റേഡിയോയിൽ കോൾ കൊടുക്കാൻ പറ്റും. പക്ഷേ റിവ്യൂ ചെയ്യാനൊന്നും പറ്റില്ല. EMSനാണ് റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ, ആ രീതിക്കുള്ള സിസ്റ്റം. സോ EMS വന്ന് ഇതാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഒരു ബേസിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു സംഭവമാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുൾ ഹെൽത്തും കാര്യങ്ങളൊക്കെ ചെയ്യാൻ EMS എന്ന രീതിയിൽ RP ചെയ്യാൻ പറ്റിയ കുറേ സംഭവങ്ങൾ. ഈ സാധാരണ ഇതിൽ പറഞ്ഞാൽ EMS പറഞ്ഞാൽ ജസ്റ്റ് വെറുതെ വരുന്നു, റിവ്യൂ ചെയ്യുന്നു, പോകുന്നു, അത്രേ EMSൻ്റെ പരിപാടിയുള്ളൂ. അല്ലാണ്ട് EMSന് RP ഉള്ള കുറേ സംഭവങ്ങളില്ല. ഇതിൽ ഒരുപാട് ഒരു EMSൻ്റെ ഒരു സ്പെഷ്യൽ സ്ക്രിപ്റ്റ് തന്നെ എടുത്തിട്ടുണ്ട്. അതായത് EMSന് RP ചെയ്യാനുള്ള കുറേ സാധനങ്ങൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മളിപ്പോൾ ഇതിലാണ് TRPൽ ഫേസ് ചെയ്യുന്ന മെയിൻ സംഭവമാണ് ഈ F8 ഒളികളോട്. F8 അടിച്ച് പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ റീസ്പോൺ അടിക്കാൻ പറഞ്ഞിട്ട് റീസ്പോൺ അടിച്ചോ ഇല്ലയോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് അവിടെ പോയിട്ട് നമ്മൾ കത്തിച്ച് വയ്ക്കും. സപ്പോസ് കത്തിച്ച് അവനത് റീസ്പോൺ ആണോ അടിച്ചത് അതോ F8 ആണോ അടിച്ചത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഡെഡാവും. നോക്കായിട്ട് ഒന്നുകൂടെ വെടിവെച്ച് കഴിഞ്ഞാൽ ചാവും. അല്ലാന്നുണ്ടെങ്കിൽ നോക്കായിട്ട് ഇത്ര ടൈം ബ്ലീഡ് ആയി കഴിഞ്ഞിട്ട് ചാവും. നോർമലി ഒരു പബ്ജിയുടെ ഒരു നോക്കിംഗ് സിസ്റ്റം പോലെ, അത് നോക്കിയാൽ മതി. സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഉണ്ടോ? ഞാൻ പറഞ്ഞുതരാം, ഈ സംഭവം പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ പറഞ്ഞാൽ നമ്മൾ F8 അടിക്കുന്നമാർക്കൊന്നും ഇതിൽ ഒരു ഇതുമില്ല. കാരണം സപ്പോസ് നമ്മൾ ഒരാളെ ഇപ്പോൾ ഇവനെ കത്തിച്ചിട്ട് ഇവനോട് ഇപ്പോൾ റീസ്പോൺ അടിക്കാൻ പറയുകയാണെങ്കിൽ അവൻ ഈ ഞെക്കിയിട്ട് റീസ്പോൺ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു EMSൻ്റെ വണ്ടി ഉണ്ടോ, ഇപ്പോൾ എവിടെ ഉണ്ടോ EMSൻ്റെ വണ്ടി കാണാണ്ടോ, ഈ ഒരു EMSൻ്റെ വണ്ടി കാണാണ്ടോ, ഈ ഒരു EMSൻ്റെ വണ്ടി പോലെ ഒരു EMSൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു വണ്ടി സ്പോണാവും. ഓട്ടോമാറ്റിക്കായിട്ട് സ്പോണായിട്ട് ഈ ഒരു പ്ലെയറിനെ ഒരു ബോട്ട് വന്നിട്ട് പ്ലെയറിനെ, അത് ഈ ഒരു കേസ് പറഞ്ഞാൽ നമ്മൾ ഇതാക്കുമ്പോൾ കേട്ടോ, അതായത് എന്താ പറയുക, റീസ്പോൺ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ബോട്ട് വന്നിട്ട് ഈ ഒരു പ്ലെയറിനെ ഇതേപോലെ സ്ട്രക്ചറിൽ കയറ്റിയിട്ട് വണ്ടിയുടെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിക്കൊണ്ടുപോകും. ഇതിനുള്ളിൽ കയറ്റിയിട്ട് ഈ വണ്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും. അതായത് ഓട്ടോ ഡ്രൈവ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെയാണ് അത് റീസ്പോൺ ആവുക. പക്ഷേ ഈ വണ്ടി പോകുന്നതെല്ലാം ബാക്കിയുള്ള പ്ലെയേഴ്സിൻ്റെ POVയിൽ കാണാൻ പറ്റും. അതായത് ഇവൻ ഈ റീസ്പോൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്ലെയേഴ്സിൻ്റെ POVയിൽ ഈ വണ്ടി അവിടുന്ന് സ്പോൺ ആയിട്ട് അല്ലെങ്കിൽ വണ്ടി മുന്നിൽ കൂടെ സാധനം പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഫേസ് ചെയ്ത വേറെ ഒരു ചലഞ്ച് എന്താ വെച്ചാൽ, ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ആ വണ്ടിനെ വെടിവെച്ചിട്ട് ടയർ പൊട്ടിക്കുക അല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ഇടുക ചെയ്ത് കഴിഞ്ഞാൽ ആ ആൾ, സപ്പോസ് ആ പ്ലെയർ അവിടെ സ്റ്റക്കായി നിൽക്കില്ലേന്ന്. പക്ഷെ അതിന് പകരം ഈ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോട്ട് വണ്ടിയാണ്. അപ്പോൾ ഇൻ കേസ് അത് എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുക അല്ലെങ്കിൽ ആരും ബ്ലോക്ക് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നേരെ ഓട്ടോമാറ്റിക്കലി ഹോസ്പിറ്റലിലേക്ക് TP ആവും. അല്ലെങ്കിൽ റോഡിൻ്റെ എവിടെയെങ്കിലും ബ്ലോക്ക് ആയിക്കാണെങ്കിൽ TP ആയിട്ട് അപ്പുറത്തുള്ള റൂട്ടിലോട്ട് ഓട്ടോമാറ്റിക്കായി TP ആയിട്ട് പോകും. സോ അത് അതിൻ്റെ വഴിക്ക് പോകും. ഇനി അങ്ങനെ സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഇത് പോകാൻ പറ്റാത്തതാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് TP ആയിട്ട് നേരെ ഹോസ്പിറ്റലിലെത്തും. സോ ഇന്ന പ്ലെയർ എന്താ പറയുക, ഇന്ന പ്ലെയർ റീസ്പോൺ അടിച്ചോ ഇല്ലേ എന്നുള്ളത് കൺഫേം ചെയ്യാൻ എളുപ്പമാണ്. അതേപോലെ തന്നെ F8 അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇന്നത്തെ സിറ്റുവേഷൻ കണ്ടിട്ടുണ്ടാകും, നിങ്ങൾ റീസെൻ്റ്ലി F8 അടിച്ച് പോകുന്നത്. സോ അതേപോലെ തന്നെ ഒരു പ്ലെയർ പെട്ടെന്ന് സിറ്റുവേഷൻ എടുക്കുക പെട്ടെന്ന് F8 അടിച്ച് പോകാമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ F8 അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സിസ്റ്റം, ആ സ്ക്രിപ്റ്റ് സെറ്റാക്കുന്നുള്ളൂ. എന്തായാലും നെക്സ്റ്റ് വീക്ക് ലോഞ്ച് ആകുമ്പോഴേക്കും സെറ്റ് ആവുന്നതായിരിക്കും. അത് F8 അടിച്ചു കഴിഞ്ഞാൽ അവിടെ ആ F8 അടിച്ച സ്ഥലത്ത് അവൻ്റെ സെയിം പെഡിൽ ഒരു ബോട്ട് സ്പോണാവും. അതായത് ഇന്നാൾ F8 അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ സെയിം അപ്പിയറൻസിൽ അവിടെ ഒരു ബോട്ട് അവിടെ നിൽക്കും, സ്റ്റക്കായി നിൽക്കും. അതായത് ഇങ്ങനെ നിൽക്കും F8 അടിച്ചിട്ട് പറഞ്ഞൊരു ഒരു ഇത് വെച്ചിട്ട്. അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാക്കാം ഇന്ന പ്ലെയർ ഇന്ന സ്ഥലത്ത് നിന്ന് F8 അടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ
അതും ഒരു അടിപൊളി സംഭവമായിരിക്കും. അതായത് ഈ കോമ്പാറ്റ് ലോഗിങ് ഇഷ്യൂസിന് അല്ലെങ്കിൽ കോമ്പാറ്റ് ലോഗിങ് ചെയ്യാത്ത കുരുത്തം കെട്ടവന്മാർക്ക് അല്ലെങ്കിൽ കോമ്പാറ്റ് ലോഗിങ് ചെയ്യുന്നവർക്കുള്ള അടിപൊളി ഒരു ആൻറ്റി കോമ്പാറ്റ് ലോഗിങ് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നൈസാണ് സംഭവങ്ങൾ വരുന്നത്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇൻവിറ്റേഷൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാവർക്കും ആർക്കും അങ്ങനെ സ്പെഷ്യൽ ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടീമിനെയും പോയിട്ട് ചെയ്യുന്നില്ല. ആസ് ഓഫ് നൗ ഇപ്പോഴത്തെ പ്ലാൻ വെച്ചിട്ട് എല്ലാവർക്കും ഓപ്പൺ ഇൻവിറ്റേഷൻ ആണ്. അതായത് ആർക്ക് വേണമെങ്കിലും സെർവറിൽ ജോയിൻ ചെയ്യാം, വൈറ്റ് ലിസ്റ്റ് എടുത്തിട്ട് ജോയിൻ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും കളിക്കാം. അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ ആസ് ഓഫ് നൗ വന്നിട്ടുള്ളത്. അങ്ങനത്തെ രീതിയിൽ അല്ലാണ്ട് ഒരു ഇന്ന പർട്ടിക്കുലർ ഗ്യാങ്ങിന് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഗ്യാങ്ങിന് ചേരേണ്ട, അങ്ങനത്തെ രീതിയൊന്നും ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. സോ അതുണ്ടാവും. ആൻറ്റി ചീറ്റ് ഹാക്ക് യൂസ് ചെയ്യുന്നവരെ കിട്ടിയോ? ഹാക്ക് യൂസ് ചെയ്യുന്ന ആൻറ്റി ചീറ്റിൻ്റെ സംഭവം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും സെർവർ ലോഞ്ച് ആകുമ്പോഴേക്കും സെറ്റ് ആക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. നമ്മൾ എല്ലാം ഓരോ സബ്സ്ക്രിപ്ഷൻ ബേസിലാണ് അതൊക്കെ വരുന്നത് ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഓപ്പൺ ഇൻവിറ്റേഷൻ ആണ് എല്ലാവർക്കും വരുന്നത്. ആർക്ക് വേണമെങ്കിലും ആദ്യത്തെ 2 ആഴ്ച എന്താ പറയുക, ആദ്യത്തെ 2 ആഴ്ച സിറ്റി എക്സ്പ്ലോറിങ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ഓരോ ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ അവർ ആരൊക്കെയാണ് താല്പര്യം അല്ലെങ്കിൽ അവരൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് ആ ബേസിൽ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. കാരണം നമുക്ക് ഓവർ ആക്കണ്ട, അല്ലെങ്കിൽ നോക്കിയിട്ട് വരുന്നുണ്ടാവുക. ഗ്യാങ്ങും കാര്യങ്ങളും സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഗ്യാങ്ങും കാര്യങ്ങളും ടർഫും എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഗ്യാങ് ബ്രാവോ ഇന്നലത്തെ ലൈവ് പറഞ്ഞു, അതുപോലെ എന്നുള്ള ഒരു ഗ്യാങ് കോൺസെപ്റ്റ് ആയിരിക്കില്ല, ഒരു ക്ലാൻ എന്ന് പറയുന്ന ഒരു സംഭവം കോൺസെപ്റ്റ് ആയിരിക്കും. അപ്പോൾ നോർമലായിട്ട് അടിച്ചു പോയാൽ F8 പോലെ വോട്ട് വരുമ്പോൾ അത് ജസ്റ്റ് ഒരു ലോഗ് പോലെയാണ് അവിടെ നിൽക്കുന്നത്. അതായത് ഇന്ന ആൾ ഇവിടുന്ന് F8 അടിച്ച് പോയിട്ടുള്ളത്, ആ സാധനം കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പോവുകയും ചെയ്യും. ആ ബോട്ട് അവിടെ തന്നെ സ്റ്റെക്കായി നിൽക്കുക, എന്നെ അടിച്ച് പോയത്. അത് ഇത്ര ടൈം കഴിഞ്ഞാൽ ആ ബോട്ട് അവിടെ നിന്ന് പോകും, ഓട്ടോമാറ്റിക്കായി പോകും. സോ ആ ബോട്ട് കൊളീഷൻ ഇല്ലാത്ത ബോട്ടാണ്. അതായത് ആ ബോട്ടിനെ കൊണ്ടുപോയിട്ട് മറ്റേ പിടിക്കാനോ അല്ലെങ്കിൽ ഇടിക്കാനോ എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. കൊളീഷൻ ഇല്ലാത്തൊരു ബോട്ടായിരിക്കും അവിടെ ഉണ്ടാവുക. സോ അത് അങ്ങനത്തെ രീതിയിലാണ് വെച്ചുള്ളത്. സോ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് സെർവറിൽ ആഡ് ചെയ്തിട്ടില്ല. സെർവർ ഓപ്റ്റിമൈസ് ആയാൽ മതി. തന്നെ മാക്സിമം ഇപ്പോൾ നോക്കുന്നുണ്ട്. ഒരുപാട് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഫുൾ 5 ഈ വീഡിയോയിലുള്ള സംഭവങ്ങൾ മൊത്തം 5M റെക്കോർഡ്, അല്ലാണ്ട് GTA സിനിമാറ്റിക്കൽ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോറി മോഡിൽ എടുത്തല്ല. ഇതിലുള്ള എല്ലാം 5Mൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. ഇതേപോലെ കയറ്റിയിട്ട് റീസ്പോൺ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. പിന്നെ നമുക്ക് അടി കൊണ്ടു കഴിഞ്ഞാൽ ഏത് പോർഷനാണ് അടി കൊണ്ടേ, ഹെഡിന് എത്ര പേഴ്സൺ ഇതുണ്ട്, അപ്പോൾ ഹെഡിനാണ് അടി കൊണ്ടെങ്കിൽ ഹെഡിൻ്റെ മെഡിസിൻ എടുത്തിട്ട് EMS കൊടുക്കണം. അങ്ങനെ EMS RP ചെയ്യാനുള്ള കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്.